ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം, ഞങ്ങൾ ക്രിസ്മസ് ആയിട്ട് ഒന്ന് പുറത്തു പോകാമെന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. അതെ, കൂടെ ചെറിയൊരു പർച്ചേസിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങാൻ തന്നെ അപ്പൂസിനെ കാത്തുനിന്നപ്പോൾ വൈകി. ഇനിയിപ്പോൾ മമ്മി തോമ്പിടിയിൽ വെയിറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഓൺ ദ വേ മമ്മീനേക്ക് എടുത്ത് നമ്മൾ പോകും. ഒരു 3:30 റെഡി ആയിക്കണേ. സത്യം പറഞ്ഞാല് ഞാൻ കാത്ത് കാണണ്ടായിട്ട് പിന്നെ റീൽസ് എടുക്കാത്തത്. അപ്പോൾ ഇപ്പോൾ അപ്പൂസ് വന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളൊരു ഇൻട്രോ ഒക്കെ എടുത്ത് അപ്പോൾ ഓൺ ദ വേ ബാക്കിയുള്ള വിശേഷങ്ങളും കാണാം. അപ്പോൾ ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാണ്? സസ്പെൻസ്. അവിടെ ചെന്നിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി മോനെ അപ്പൂസ് വന്നു. ഇത് ഇറങ്ങി പറഞ്ഞിപ്പോൾ രാത്രിയായിട്ടാ. എത്ര നേരത്തെ വന്നിട്ടും അതിന് യാതൊരു ഗുണമില്ല. പിന്നീട് എടുക്കാൻ പറ്റുമെന്ന് കണ്ടറിയാം. ഞങ്ങൾ എപ്പോഴും കട പൂട്ടാനാണ് പോണത്, അവരെ സഹായിക്കാൻ. കട പൂട്ടാൻ അവരെ സഹായിക്കാൻ പോണേണ്. അപ്പൂസിനെ കാത്തുന്ന സമയം പോയി. 3.5 മണിക്കൂർ ഇറങ്ങാം. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. അപ്പൂസ് ട്യൂഷൻ പോയിക്കണായിരുന്നു. അപ്പോൾ അവനെ വെയിറ്റ് ചെയ്ത് നിന്നാണ് ഇത്രയും നേരം വൈകിയത്. നേരത്തെ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷെ നടന്നില്ല. എന്തായാലും ഇനിയിപ്പോൾ പോയി നോക്കാം, എത്രത്തോളം ആർക്കൊക്കെ എടുക്കാൻ പറ്റുമെന്ന് പോയി നോക്കാം എന്തായാലും. അപ്പോൾ ഞങ്ങൾ ഷോപ്പ് എത്താറായി. ഷോപ്പ് ഏതാണെന്ന് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഞങ്ങൾ ബ്ലോക്കിലേക്ക് എടുക്കണാണ്. എന്തായാലും വൈകി, എന്തൊക്കെ സംഭവിക്കുന്നു അവിടെ ചെല്ലുമ്പോൾ കാണാം. അതെ, കിട്ടുന്നവർക്കൊക്കെ എടുത്തിട്ട് പോരാം. എന്തായാലും ഒരു ദിവസം കൂടി വരേണ്ടി വരും. കിട്ടുന്നവർ ഭാഗ്യവാന്മാർ. ഭാഗ്യവാന്മാര് വായു പിടിച്ചെടുക്കണത് ഭാഗ്യവാന്മാരാണ്. 1.5 മണിക്കൂറുണ്ടെന്നാണ് അപ്പൂസ് പറയണത്. നമ്മളെ ഓരോരുത്തർക്ക് നോക്കി സമയം ഉപയോഗിക്കാം. എനിക്ക് ലാസ്റ്റ് നോക്കിയാൽ മതി. എന്തായാലും സമയം എടുക്കും. വായു പിടിച്ചെടുത്തില്ലല്ലോ വേണ്ടിയില്ല. എടുത്തില്ലെങ്കിൽ എനിക്ക് പരാതിയൊന്നുമില്ല. എനിക്ക് എന്താ പറയാനുള്ളത്? അയ്യോ, ഡെൻ ഔട്ട് ബാക്ക് ആയതുകൊണ്ട് ഡാരിസിന്റെ കോപ്രായങ്ങൾ. അപ്പൊ നമ്മൾ MG റോഡിലെത്തി. MT അല്ല, MG റോഡ്. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എങ്ങോട്ടാണ് പോണേന്ന്. എന്തായാലും നമ്മൾ എറണാകുളത്തല്ലേ വന്നത്. അതെ, അപ്പൊ ഇന്ന് എല്ലാരും ഉണ്ട്. അപ്പൂസ് എന്തോ ആലോചിക്കുന്നുണ്ട്. ഡാരൂസ് ഭയങ്കര ചവയിലാണ്. ചവ ചേട്ടാ ഡ്രൈവിംഗിലാണ്. മുടി വെട്ടിയല്ലേ എന്നെ കുഞ്ഞിത്തലയായിട്ടിരിക്കണം. നല്ല ബ്ലോക്ക് ഉണ്ട്. പിന്നെ ഇപ്പൊ ഈ ക്രിസ്മസും അതൊക്കെ ആയിട്ട് തിരക്കുണ്ടാവും എന്തായാലും റോഡിലൊക്കെ. ഇറങ്ങിക്കോ. അപ്പൊ നമ്മൾ ഷീമാട്ടിയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിൽ ചെന്നിട്ട് അവിടുത്തെ കളക്ഷനൊക്കെ ഒന്ന് കാണാട്ടോ. അപ്പത്തേക്കും അവള് പൊളിച്ച് ഷീമാട്ടിന്ന് ഞാൻ ഇത്രയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അയ്യോടാ, ഞാൻ അവിടെ എത്തുമ്പോ ഇങ്ങനെ കാണിച്ചെടുക്കാന്ന് വിചാരിച്ചിരിക്കണായിരുന്നു. അപ്പൊ അവള് പൊളിച്ചു, കള്ളം പൊളിച്ചു ഇല്ലേ? സത്യം ഒരിക്കലും ഒളിഞ്ഞിരിക്കില്ല, അതൊരിക്കലും മൂടിയും ഇരിക്കില്ല. അതെങ്ങനെയെങ്കിലും എടുക്കാൻ പോണത് എന്താ എടുക്കാൻ പോണത്? ഇതുവരെ ആയിട്ടൊരു
ഒരു തീരുമാനം എടുത്തില്ല. ഞാനാണ് അവൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൂസിന് ആരാണ് സെലക്ട് ചെയ്തത്? അപ്പോൾ കാർ പാർക്കിങ്ങിൻ്റെ ഓപ്പോസിറ്റാണ് ഷീമാട്ടി. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ക്രോസ് ചെയ്യാൻ കുറച്ച് പാടാണല്ലോ. അങ്ങനെ എല്ലാവരും കൂടി വരിയായിട്ട് കൈപിടിച്ച് നിൽക്കണേണ് ക്രോസ് ചെയ്യാനായിട്ട്. എനിക്ക് ക്രോസ് ചെയ്യണ ഭയങ്കര പേടിയാണ്. അപ്പോൾ എനിക്ക് പിള്ളേരും കൂടി ഉള്ളതുകൊണ്ടേ, ഞാനും ഡാൻസറിനാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടി പെട്ടെന്ന് കൈപിടിച്ച് അങ്ങോട്ട് കടക്കും. പിള്ളേരൊക്കെ കൂടി ഉള്ളതുകൊണ്ട്, മമ്മിയും പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പേടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു കണക്കിന് ക്രോസ് ചെയ്ത്, ഭയങ്കര റഷാണ്, ക്ലോസ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ ക്രോസ് ചെയ്ത് ഞങ്ങൾ ഷീമാട്ടിയിലോട്ട് കയറാൻ പോണേണ്. ഞാൻ വരെ ക്ലോസ് ചെയ്യുന്ന ടൈം ആകാറായി. അപ്പോഴാണ് നമ്മൾ വന്നേന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പയ്യെ പറഞ്ഞൊക്കെ പോണേണ്. ഞങ്ങൾ ചെന്ന് അപ്പോൾ മുമ്പൊക്കെ ഷീമാട്ടിയിൽ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് കുറവാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഡെനക്ക് നോക്കാമെന്ന് പറഞ്ഞ് ഡെനക്കുണ്ട് ആരും എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമാധാനമായില്ല, അവർക്കെങ്കിലും കിട്ടിയെന്ന് പറയാം. അങ്ങനെ ഡെനക്ക് നോക്കിക്കൊണ്ടിരിക്കണേണ്. അപ്പോൾ അവൾക്ക് എന്ത് മോഡൽ വേണമെന്നൊന്നും ഇങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് എല്ലായിടത്തും ഇങ്ങനെ ഒന്ന് കറങ്ങി നോക്കണേണ് എന്തൊക്കെ ടൈപ്പ് ഡ്രസ്സ് ഉണ്ടെന്നൊക്കെ. അപ്പോൾ അവൾ ഞാൻ പറഞ്ഞ ഫ്രോക്ക് പോലത്തെ നോക്കാൻ പറഞ്ഞിട്ട് പിന്നെ അത് നോക്കാൻ വേണ്ടി കയറി. കുറേ ടൈപ്പ് ഉണ്ട് ഇവിടെ, പക്ഷേ എന്തോ അത്ര വലിയ എനിക്ക് ഇഷ്ടമായൊന്നുമില്ല. പഴഞ്ച മോഡൽ പോലെയൊക്കെ തോന്നി. ഒരു ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സുകളൊന്നും അവിടെ കണ്ടില്ല. എന്നാലും ഡെനക്ക് കുറേ നോക്കിയിട്ട് ഒരെണ്ണം എന്തോ ഇപ്പം ഇങ്ങനത്തെ ഡ്രസ്സുകൾ കുറച്ച് 5-6 ഉണ്ടായിരുന്നു ഇച്ചിരി നല്ലത്. അപ്പോൾ അതിൽ കുറച്ച് നോക്കണേണ്. അപ്പോൾ അതിനകത്ത് സ്ലീവ് ഒട്ടുമില്ലാത്തതും അങ്ങനത്തെയൊക്കെയാണ് കണ്ടത്. അപ്പോൾ അതൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് സ്ലീവുള്ള ടൈപ്പ് എടുക്കാമെന്ന് ഓർത്തിട്ടായിരുന്നു. ഹാഫ് സ്ലീവ് ആയാലും അവൾക്ക് വലിയ കുഴപ്പമില്ല, ഫുൾ സ്ലീവ് വേണമെന്നില്ല. പിന്നെ ദേ ഇതുപോലത്തെയൊക്കെ ബൾജ് ചെയ്തിരിക്കണം ഭയങ്കര വലിയ ഫ്രോക്കുകളും ഇതൊക്കെയാണ്, അതൊന്നും എനിക്കിഷ്ടമല്ല. പിന്നെ ദേ 2-3 ടൈപ്പ് ഡ്രസ്സുകൾ ഇഷ്ടപ്പെട്ടതിൽ 2-3 ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ കൊടുത്ത് വിടണേണ്. അത്ര വലിയ ഇഷ്ടമൊന്നും തോന്നിയില്ല. പിന്നെ വന്നതല്ലേ എന്ന് ഓർത്തിട്ട് കുറച്ച് ട്രയൽ ചെയ്ത് എന്നിട്ട് നോക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ അതിനകത്തുനിന്ന് ഒരെണ്ണം ചൂസ് ചെയ്ത് ഒരു ഡ്രസ്സ് ചൂസ് ചെയ്തിട്ട് അതിട്ട് ഇതാണ് ഒരെണ്ണം. രണ്ടാമത്തെ അത്ര വലിയ രസമൊന്നും തോന്നണമെന്നില്ല. ഇതൊക്കെ സ്ലീവ്ലെസ് ആണ്. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായില്ല. അതിനകത്ത് കൈ ഉണ്ടെന്ന് തോന്നുന്നു പിടിപ്പിക്കാനായിട്ട്, എന്നാലും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ് അവൾ ഇട്ടിട്ടും വന്നത്. പിന്നെ സെക്കൻഡ് ആ സെയിം മോഡൽ തന്നെ, അതിൻ്റെ ബ്ലാക്ക്. ഇത് കുറച്ച് എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് ഒരു ക്രിസ്മസിനൊക്കെ പറ്റിയ ഒരു ഡ്രസ്സാണെന്ന് എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഒരു വേണ്ടാന്ന് പറഞ്ഞു, പെറ്റിക്കോട്ടിട്ട പോലെ ഇരിപ്പുണ്ട് ആ ഒരു മോഡലിൽ. പിന്നെ വല്ല ശ്രദ്ധ കാര്യങ്ങളൊക്കെ മേളിലിടണം. പിന്നെ അപ്പം അത്രയും ബുദ്ധിമുട്ടി എടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു ഡ്രസ്സാണ് പിന്നെ ഒരു ഇച്ചിരി മെനമായിട്ട് തോന്നിയത്. അത്ര വലിയ ഹാപ്പിയൊന്നുമല്ല ഞാൻ. പിന്നെ ഇതിട്ടിട്ട് അവൾക്ക് കുറച്ച് കൊള്ളായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇതെടുക്കുക, ഏതായാലും വന്നതല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ അവള് ഓടിയും ചാടിയൊക്കെ പപ്പാക്ക് പോസ് ചെയ്തുകൊണ്ടിരിക്കണേണ്. അങ്ങനെ ഇത് ഇച്ചിരി ഇഷ്ടമായി. നല്ല വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് അത്ര പിടിച്ചിട്ടില്ല. പിന്നെ അടുത്ത ഡ്രസ്സ് ഇതാണ്. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ പളപള തിളങ്ങണ ടൈപ്പാണ്. അപ്പോൾ ഇത് വേണ്ടാന്ന് പറഞ്ഞ് എന്തോ ഒരു എന്താ പറയണത്, ഒരു ഇഷ്ടക്കേട് തോന്നി, അതെടുത്തില്ല. പിന്നെ ആ ഫ്രോക്ക് എടുത്തപ്പോൾ അവൾക്ക് അത് കഴിഞ്ഞ് ആ പർപ്പിള്, പിന്നെ അത് കഴിഞ്ഞ് ഡാരൂസിന് നോക്കിക്കൊണ്ടിരിക്കണേണ്. ഡാരൂസിനും അത്ര വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല എനിക്ക്. കുറേ നോക്കി ഇതൊരെണ്ണം ഇഷ്ടമായി. അങ്ങനെ ഇഷ്ടപ്പെട്ട 2-3 മാത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നല്ല റേഞ്ച് ഉണ്ട്. 2000 എബവ് റേഞ്ച് വരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. കണ്ടില്ലേ, ഒരു പിള്ളേരെ ഡ്രസ്സിന് തന്നെ ഇത്രയും റേറ്റ്, 2000 എബവ് റേറ്റ് ഉണ്ട് ആ കോട്ടിന് ഒരു ഇന്നറിനും കൂടി. പിന്നെ വന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കണ്ടേന്ന് ഓർത്തിട്ട് സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി പോരാനാണ് തോന്നിയത്. പിന്നെ എന്നാലും എടുത്ത്
പിന്നെ ഈ ബ്ലാക്കും റെഡും കണ്ടപ്പോൾ കുറച്ച് കൊള്ളാമെന്ന് തോന്നി, അങ്ങനെ എടുത്ത്. പക്ഷേ റേറ്റ് നല്ല കൂടുതലാണ്. പിന്നെ അത് ഈ ഗ്രീനും വൈറ്റും ഇതൊക്കെ 2000 എബോവ് റേറ്റുള്ള ഐറ്റംസാണ്. പിന്നെ ഇതാണ് എനിക്ക് ഇത്തിരിയെങ്കിലും അതിൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഡാൻസറൻ പറഞ്ഞ് വില നോക്കണ്ട, ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നാൽ പിന്നെ ഇത് ഈ ബ്ലാക്ക് റെഡ് എടുക്കുക എന്നും പറഞ്ഞിട്ട്. കാരണം കുട്ടികൾക്ക് ഇപ്പോൾ ഒരുപാട് പൈസയൊക്കെ ചിലവാക്കിയിട്ട് അത് കുറച്ചിട്ട് കഴിയുമ്പോൾ ചെറുതായി പോവും. പിന്നെ എന്തിനാണ് സത്യം പറഞ്ഞിട്ട് എനിക്കൊക്കെ കുഞ്ഞിലേ ഒരുപാട് റേറ്റുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് കുറേ ഞാൻ അനാഥാലയത്തിലൊക്കെ കൊണ്ടുപോയി കൊടുത്തു. വേറെ ഒന്നുമില്ല, അനങ്ങാത്ത ഡ്രസ്സുകൾ ഒരു കേടും പറ്റൂല. കാരണം ഞാൻ അവൾക്ക് എവിടെയെങ്കിലും പോയി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അത് വീട്ടിൽ വന്ന ഉടനെ ഞാൻ മാറ്റി വെപ്പിക്കും. അങ്ങനെ മാറ്റി വെച്ച് നല്ല ഡ്രസ്സുകളാണ്. ഒരു ഒന്നും പറ്റിയിട്ടില്ല, ഒരു സിബ് പൊട്ടയോ ഒന്നും ഒരു മുത്ത് പോലും പോയിട്ടുണ്ട്. അത്രക്കും കെയർ ചെയ്താണ് ഞാൻ അവളുടെ ഡ്രസ്സുകളൊക്കെ സൂക്ഷിക്കണം. അതുകൊണ്ട് എന്താണ് കുറേ ഡ്രസ്സ് അവൾക്ക് ചെറുതായിപ്പോയി ഇടാൻ പറ്റാനായിട്ട്. എന്നിട്ട് എല്ലാം കൊണ്ടുപോയി ഞാൻ അനാഥാലയത്തിൽ കൊണ്ടുപോയി കൊടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനുശേഷം നമ്മൾ പറയും ഇനി ഡാരൂസിന് എന്തായാലും ഒരുപാട് വിലൻ്റെ ഡ്രസ്സൊന്നും എടുക്കണ്ട കേട്ടോ ഡാൻസ് ചേട്ടാന്ന് ഞാൻ പറയും. കാരണം കുറച്ചിട്ട് കഴിയുമ്പോൾ ഇതായി പോകും. പിന്നെ ഇവിടെ വന്നിട്ട് കിട്ടിയില്ല, ഇതും കൊള്ളായിരുന്നു. പിന്നെ കുറച്ചുകൂടി റെഡ്, ഇത് ഇത്തിരി ലൈറ്റ് കളറായിപ്പോയി. അപ്പോൾ അത് റെഡ് മതി എന്ന് പറഞ്ഞ് പിന്നെ റെഡ് എടുത്ത്. അങ്ങനെ ഇതും ആ റേറ്റൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ രണ്ടും എടുക്കാമായിരുന്നു, അധികം റേറ്റ് ഒന്നും ഇല്ലെങ്കിൽ. ഇത് ഭയങ്കര റേറ്റ് ഉണ്ട്. അപ്പോൾ അത്രയും പൈസക്ക് ഇത് വേർത്താണെന്ന് എനിക്ക് തോന്നിയില്ല. എന്നാലും ഡാൻസറൻ പറഞ്ഞിട്ട് ആ റെഡ് എടുത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡെനക്ക് ആ ഉടുപ്പ് എടുത്തിട്ട് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ ഡെനൻ്റെ ഡ്രസ്സൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അപ്പോൾ അവൾക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവൾ കുറച്ച് പറഞ്ഞു എനിക്ക് ഇതാണ് എടുത്ത് എൻ്റെ മമ്മി, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ഇതെടുക്കാനാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് പാലസ് റോട്ടിൽ പോയാൽ മതിയായിരുന്നല്ലോ, രസമില്ല എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ പിന്നെ അവൾ ജീൻസും ടോപ്പും നോക്കാം മമ്മി എന്നാൽ ഇതിലില്ലെങ്കിലെന്ന് പറഞ്ഞിട്ട് ജീൻസും ടോപ്പും നോക്കാൻ വേണ്ടി പോയി. അപ്പോഴും എനിക്കത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ജീൻസ് കുഴപ്പമില്ല, ജീൻസ് അത്യാവശ്യം കൊള്ളാം. പക്ഷേ അതിന് പറ്റിയ ടോപ്പുകൾ എന്നൊക്കെ പറഞ്ഞാൽ പഴയ മോഡൽ ടോപ്പുകളൊക്കെ ഇപ്പോഴത്തെ പിള്ളേരുടെ ട്രെൻഡി ടോപ്പുകൾ. ഞാൻ ഈ ലെപ്പേർഡിൻ്റെയും ടൈഗറിൻ്റെ ഒക്കെ ടോപ്പ് നോക്കി. ഇപ്പം അതൊക്കെ ട്രെൻഡാണല്ലോ, അതൊന്നും നോക്കിയിട്ട് കിട്ടിയില്ല. പിള്ളേരൊക്കെ എടുത്തു കഴിഞ്ഞു. ദിയക്കൊക്കെ എടുക്കാനുള്ള നെക്സ്റ്റ് ചാൻസ് ദിയക്കാനുണ്ട്. അപ്പൊ ഇനി നെക്സ്റ്റ് ചാൻസ് ദിയക്കാണ്. അപ്പൊ ഒരു ഡ്രസ്സും കൂടി ഇട്ട് നോക്കുന്നത്, ഫ്രോക്ക് പോലത്തെ എടുത്തത്. പിന്നെ ഇപ്പൊ ഒരു ബെൽ ജീൻസ് എടുത്തിട്ടുണ്ട്, അതിനൊരു ടോപ്പ് അടിപൊളി ട്രെൻഡി ആയിട്ടുള്ള ഒരു ടോപ്പ് കിട്ടിയിട്ടില്ല. അതിന് നമ്മൾ ട്രെൻഡ്സിൽ തന്നെ സുഡിയോയിൽ കിട്ടും, സുഡിയോയിൽ അപ്പുസോർണായത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിള്ളേർക്ക് രണ്ടുപേർക്കും അത്ര സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലും എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അപ്പൂസ് പറഞ്ഞു അപ്പൂസിനൊന്നും ഇഷ്ടമായില്ല, അപ്പൂസ് എന്തായാലും എടുക്കണില്ല എന്ന് പറഞ്ഞു. ഞാനും തീരുമാനിച്ചെടുക്കണില്ല എന്ന്. എന്നിട്ട് പിന്നെ നമുക്ക് ഇവിടെ തോപ്പുംപടിയിലുള്ള സ്റ്റുഡിയോയിൽ പോകാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. സ്റ്റുഡിയോ പോകണമെന്ന് അപ്പൂസ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഗ്രൗണ്ടിലെത്തി. ദിയെ ഇവിടെയാണ് ഡ്രസ്സ് നോക്കാൻ. ദിയക്ക് ഡ്രസ്സ് കിട്ടിയാന്ന് അറിയാൻ പാടില്ല. നമുക്ക് പോയി നോക്കാം. കൂടെ അപ്പം ഞങ്ങൾ മേളിലത്തെ നിലയിലാണ് നോക്കിയത്. പിന്നെ അത് കഴിഞ്ഞ് ക്യാഷ്വലായിട്ട് താഴെ ഇങ്ങനെ കുറേ ടോപ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ പിന്നെയാണ് കണ്ടത്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല ടോപ്സുകൾ കിട്ടി. അപ്പോൾ ഡെനക്ക് ഇവിടെ നോക്കിയതാണ്. അപ്പോൾ ഈ ടൈഗറിൻ്റെ മോഡൽ ഒരെണ്ണം അവൾക്ക് കിട്ടി. അങ്ങനെ അതൊരെണ്ണം എടുത്ത് പിന്നെ വേറൊരു ടോപ്പും കൂടി എടുക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ നോക്കണേണ്. അപ്പോൾ ഇവിടെ കുറച്ച് അത്യാവശ്യം നല്ലത് കാണുന്നുണ്ട്. അത്യാവശ്യം ട്രെൻഡി ആയിട്ടുള്ള കുറച്ച് ടോപ്സുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. എന്നാലും നമ്മൾ വിചാരിച്ച അത്ര കളക്ഷൻസ് ഉണ്ടായിരുന്നില്ല, അത്ര പോരാ. അപ്പോൾ സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ ഇതിലും ബെറ്ററായിട്ടൊക്കെ ഞങ്ങൾക്ക് തോന്നി. പിന്നെ അത് കഴിഞ്ഞ് ഡാൻസറാൻ പറഞ്ഞത് ഇവിടെയും കുറച്ച് ഡ്രസ്സ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്, അവിടെയൊക്കെ നോക്കുമെന്ന് പറഞ്ഞ്. അപ്പം നോക്കിയപ്പോൾ അവിടെ എല്ലാം ഇങ്ങനെ അരക്കൈൻ്റെയൊക്കെയാണ്. ഫുൾ സ്ലീവായിട്ടും 3/4 ആയിട്ടൊന്നും ഇല്ല, ഭയങ്കര കുറവാണ്. പിന്നെ സൈസൊന്നും വലിയ ഇതില്ല. അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാ സൈസും എക്സൽ അങ്ങനെ എല്ലാ ടൈപ്പും ഇല്ല അവിടെ. വളരെ ചെറിയ പിള്ളേർക്ക് പറ്റിയ ടൈപ്പൊക്കെയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെടാണ്ട് പിന്നെ എടുത്തില്ല. പിന്നെ ഡെനക്ക് മാത്രം 2 ടോപ്പ് കിട്ടി അവളെ ജീൻസിന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ പിള്ളേർക്ക് 2 പേർക്കും മമ്മിക്കും എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.
പിന്നെ നമ്മൾ വിചാരിച്ച ടൈമിന് നമുക്ക് അവിടെ നിന്ന് കിട്ടാണ്ടായപ്പോൾ ഞാനൊരു മൂഡ് ഓഫ് ആയി. അങ്ങനെ ഡാൻസറിൻ്റെ അടുത്ത് വന്ന് എന്തൊക്കെയോ പെറുവിറുത്ത് അവിടെ വന്ന് ഇരിക്കണമായിരുന്നു. പിന്നെ ഡാൻസർ പറഞ്ഞാൽ സാരല്ല തീയ, നമുക്ക് നോക്കാം വേറെ കിട്ടാത്തതിൻ്റെ മൂഡ് ഓഫ് എന്തൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹാപ്പി സ്റ്റോറിൽ കയറാമെന്ന് വിചാരിച്ച്. നമ്മുടെ പൂർണിമൻ്റെ അനിയത്തിയില്ലേ, അതും ദിലു ഹസ്ബൻഡ് അവിടെ കയറി ഒന്ന് ജസ്റ്റ് നോക്കാമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ അവർ ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ ഒന്നും സെറ്റ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് അവരെ കണ്ട് സംസാരിച്ചിട്ട് ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും ചായയൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ തൊട്ട് തന്നെ സുഡിയോൻ്റെ അടുത്ത് തന്നെ സുഡിയോയിൽ കയറാമെന്നോർത്ത് വന്നതാണ്. പക്ഷേ അവിടെ ടൈം കഴിഞ്ഞു പോയി. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ തൊട്ട് തന്നെ ഇങ്ങനെ ടീ ഷോപ്പുണ്ട്, അങ്ങനെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചൊക്കെ കൊടുത്ത് വൈകിട്ട് വീട്ടിൽ നിന്നൊന്നും കഴിക്കാണ്ടൊക്കെ നേരത്തെ ഇറങ്ങിയതല്ലേ. അങ്ങനെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് പിള്ളേരൊക്കെ ഒന്ന് ചില്ലായി, ഒന്ന് ഹാപ്പിയായി. എന്നിട്ട് നാളെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡാൻസറൻ പറഞ്ഞു ഏതായാലും ഇന്ന് ക്ലോസ് ചെയ്തില്ലേ, എന്തായാലും സമയം ഉണ്ടാവില്ല, ധൃതി പിടിച്ച് നോക്കേണ്ടിയും വരും. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ വരാം. നാളെ നേരത്തെ വന്നിട്ട് കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം എടുത്ത് നോക്കി ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്തിട്ടും പോകാമല്ലോ. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് സമയമില്ലാത്ത സമയത്ത് പെട്ടെന്ന് കയറി എന്തെങ്കിലുമൊക്കെ കാണാനൊക്കെ എടുത്തിട്ടും വരേണ്ടി വരും. അപ്പം അങ്ങനെ ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ ഇരിക്കണേന് ചില്ല് ചെയ്ത് കുറച്ച് നേരം അവിടെ ഇരുന്ന് പിള്ളേരുടെ കഴിക്കലൊക്കെ കഴിഞ്ഞ് സമാധാനത്തിൽ. ഇനിയിപ്പോൾ വേറെ എവിടെയും പോകാനൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് നേരം അങ്ങനെ അവിടെ ഇരുന്ന് ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോയാൽ മതിയല്ലോ. അപ്പോൾ വീട്ടിൽ ബീഫ് ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം. അപ്പോൾ പിന്നെ പുറത്തുനിന്ന് ഫുഡൊന്നും കഴിക്കണ്ടെന്ന് ഓർത്ത്, കാരണം വീട്ടിൽ പിന്നെ അത് വേസ്റ്റ് ആകും. അപ്പോൾ ഞാൻ പറഞ്ഞു ഡാൻസർമാൻ ഫുഡ് കഴിക്കാൻ, ഫുഡൊന്നും കഴിക്കാൻ നിൽക്കണ്ട, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. എല്ലാ പർച്ചേസിനും എത്തി. എനിക്ക് കിട്ടില്ല, ഇതിയൊക്കെ കിട്ടിയില്ല, ഇവര് സ്റ്റുഡിയോ ഒക്കെ. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് വരാകുമ്പോൾ നമ്മൾ തോമ്പടിയിലുള്ള സ്റ്റുഡിയോയിലാണ് നാളെ വരാമെന്ന് വെച്ചാൽ. ഇപ്പോൾ ഒരു സ്റ്റുഡിയോ നാളെ ഇപ്പോൾ ഒരു പോസ്റ്റ് ചെയ്തേക്കാണ്. നാളെ നമുക്ക് രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 9 മണി വരെ ഉണ്ടെന്ന് പറയണം. രാവിലെ 11 മണി മുതൽ രാവിലെ 11 മണി തൊട്ട് രാത്രി 9 മണി വരെ. അപ്പോൾ നാളെ അതിൽ നമുക്ക് വരാം. അപ്പോൾ നാളെ ഇവിടെ കയറി ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോണേണ്. എല്ലാവർക്കും ബൈ.